ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വി ആർ എന്ന് പറഞ്ഞ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡായത് നമ്മുടെ പുമ്മും പീമും കിസ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു. ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെയാണ്. ഇവരുടെ കിസ് ചെയ്തിട്ട് പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കിസ് കഴിയുമ്പോൾ പ്രത്യേകിച്ച് അവരെന്തെങ്കിലും സംസാരിക്കും. പ്രത്യേകിച്ച് ലവേഴ്സ് അല്ലാത്തവരായാലും എന്തെങ്കിലും സംസാരിച്ചിരിക്കും. എന്നാൽ രണ്ടും ഒരു കൂസലില്ലാതെ നിന്നിട്ട് എന്നാൽ ഓക്കെ ബായ് എന്നിറങ്ങിയിട്ട് അങ്ങ് തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ പീമ് കുറച്ച് ദൂരം നടന്നെത്തിയിട്ട് തിരിച്ച് പുമ്മിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പുമ്മിൻ്റെ കയ്യിലുള്ള ആ ഒരു പാവക്കുട്ടിയും വാങ്ങിച്ചുകൊണ്ട് അങ്ങ് ഓടിപ്പോവാണ്. അങ്ങ് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ പീമ് ഭയങ്കരമായിട്ട് ബ്ലഷ് ആവുന്നുണ്ട്. പുമ്മും നല്ലതുപോലെ തന്നെ ബ്ലഷ് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പീമും ക്യൂവും കൂടെ ഡ്രോയിങ് ക്ലാസ്സിൽ ഇരുന്നിട്ട് അവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ടൈമിന് പീമ് ഇന്നും രാത്രി ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും, എൻ്റെ അത് ഇപ്പോഴൊന്നും തീരത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ക്യൂ ഞാൻ നിന്നോട് നേരത്തെ ചെയ്യാൻ പറഞ്ഞതല്ലേ എന്ന് പറയാണ്. ഈ ഒരു ടൈമിന് ക്യൂ ആണെങ്കിൽ പീമിൻ്റെ അടുത്ത് നീ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? ടോയ് ആണെങ്കിൽ എന്നെ വലിച്ചയച്ചുകൊണ്ട് ലോയ് ക്രാത്തോങ് കത്തിക്കാനായിട്ട് കൊണ്ടുപോയി എന്ന് പറയാണ്. ആ സമയം ഭീമിൻ്റെ മനസ്സിൽ അവനും പുമ്മും കിസ് ചെയ്ത് ഓർമ്മ വരാണ്. അങ്ങനെ അവനാണെങ്കിൽ എന്തോ പോലെയായിട്ട് അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നേ എന്നൊക്കെ അവിടെ ഇരുന്ന് പറയാണ്. കാര്യമൊന്നും മനസ്സിലാവാതെ ക്യൂ നീ എന്തൊക്കെയായി പറയുന്നതെന്ന് വെച്ചപ്പോൾ ഭീമാണെങ്കിൽ നീ ഇതിനിപ്പോൾ കുറേ റിലേഷനിലായിട്ടില്ലേ, ഈ ആൾക്കാർ രണ്ടുപേര് കിസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ക്യൂ ആണെങ്കിൽ അഫ്കോഴ്സ് റിലേഷനിലായിട്ടുള്ളവർ കിസ് ചെയ്യുന്നത് നോർമൽ കാര്യമാണെന്ന് പറയാണ്. ആ സമയം ഭീമ് റിലേഷനിലായിട്ടില്ലാത്തവർ കിസ് ചെയ്യുന്നത് നോർമലാണെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ക്യൂ നീ ഉദ്ദേശിച്ചത് ഡേറ്റിംഗ് ചെയ്യാത്തവർ കിസ് ചെയ്യുന്നതാണോ? എങ്കിൽ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കും എന്ന് പറയാണ്. ആ സമയം ഭീമ് പക്ഷേ എനിക്ക് അവൻ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ക്യൂ നിനക്ക് ആരെ ഇഷ്ടം, നീ ആരെ കിസ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ഭീമ് ഞാൻ ആരെയും കിസ് ചെയ്തില്ല എന്ന് പറയാണ്. ആ സമയം ക്യൂ കള്ളം പറയണ്ട, നിന്റെ മുഖം കണ്ടാലേ എനിക്കറിയാം എന്താ സംഭവിച്ചാൽ, ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയും, നിനക്ക് അവൻ ഇഷ്ടമാണെങ്കിൽ അവനോട് തുറന്ന് പറയുമെന്ന് പറയാണ്. ഭീമ സമയം എനിക്ക് അവനെ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ സഡൻ റിയാക്ഷൻ കണ്ടിട്ട് ക്യൂ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് നിനക്ക് അവനെ ഓൾറെഡി ഇഷ്ടമാണെന്നാണ്. നീ ആണെങ്കിൽ നിന്നോട് തന്നെ സ്വയം ചോദിക്കുക നിനക്ക് അവൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ എന്ന്. നീ സ്വയം മനസ്സിലാക്കിയിട്ട് നീ അവൻ്റെ അടുത്ത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. പക്ഷേ നിന്നെ കണ്ടിട്ട് നിനക്ക് ശരിക്കും അവൻ്റെ അടുത്ത് ഫീലിങ്സ് തോന്നി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നിയെന്ന് പറയാണ്. അപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ നിൽക്കാതെ ഭീമാണെങ്കിൽ വീണ്ടും ഡ്രോയിങ് ചെയ്ത് തുടങ്ങാണ്. ഈ ഒരു ടൈമിന് വീണ്ടും ക്യൂ ആണെങ്കിൽ ഭീമിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ചെയിനാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് പന്ന് വരാനായിട്ട് നോക്കിയിരിക്കുന്നതാണ്. കുറച്ച് ടൈം കഴിയുമ്പോൾ പന്ന് വരുന്നുണ്ട്. ആ സമയം ചെയിനാണെങ്കിൽ നീ എന്തിനാ ലേറ്റായി, പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ടില്ലാണ്. അങ്ങനെ ഒരു ചെന്നുണ്ടെ തന്നെ ഒരു ബൊക്കെ വാങ്ങാനായിട്ടൊരു കടയിലായിരുന്നു പോയത്. അങ്ങനെ അവിടെ ചെന്നിട്ട് ചെയിനാണെങ്കിൽ പന്നിൻ്റെ അടുത്ത് റോസാപ്പൂ വാങ്ങണോ അതോ ഡെയ്സി വാങ്ങണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇത് കറക്റ്റായിട്ടുള്ള കടയല്ല, അക്കാര്യം ഞാൻ നോക്കിക്കോളാം, നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് ചെല്ലാണ്. ഇവർ ആക്ച്വലി ബൊക്കെ വാങ്ങുന്നത് ക്യൂവിൻ്റെ ആർട്ട് വർക്ക് ആദ്യമായിട്ട് ആർട്ട് ഗാലറിയിൽ വയ്ക്കുകയാണ്, അതായത് ഡിസ്പ്ലേക്കായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് എക്സിബിഷൻ പോലെ അത് കാണാനായിട്ട് വരുന്നുണ്ട്. അതിന് അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങുന്നത്. ഈ ഒരു ടൈമിന് ടാനിനെയും ഫാങ്ങിനെയും കാണിക്കുമ്പോൾ അവർ ഓൾറെഡി ഒരു ബൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അതും വാങ്ങിച്ചുകൊണ്ട് പുമ്മിൻ്റെയും മിക്കിൻ്റെയും ബിയറിൻ്റെ അടുത്തേക്ക് വരാണ്. അങ്ങനെ ഇവർ കണ്ടിട്ട് ഈ ബൊക്കെ എന്തിനാന്ന് വെച്ചപ്പോൾ ക്യൂവിന് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് റീസണും പറയുന്നുണ്ട്. അതിനുശേഷം ടാൻ വാ നമുക്ക് ആർട്ട് ഗാലറിയിലോട്ട് പോകാമെന്ന് പറഞ്ഞതാണ്. ഇത് കേട്ട സെക്കൻഡിൽ തന്നെ ഭീമിനെ കാണാനായിരിക്കും പുമ്മ് ചാടി എഴുന്നേറ്റിട്ട് മിക്കിൻ്റെ അടുത്ത് ബിയറിൻ്റെ അടുത്ത് വാ പെട്ടെന്ന് പോകാൻ തുടങ്ങിയിട്ട് സ്പീഡിന് അവരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ചെല്ലാണ്. അങ്ങനെ അവരോട് ആർട്ട് ഗാലറിയിൽ എത്താണ്. ഈ ഒരു ടൈമിന് ക്യൂവിനെയും ഭീമിനെയും കാണിക്കുമ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ അവരുടെ വർക്ക് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ആ സമയം ക്യൂ ആണെങ്കിൽ നീയും നിൻ്റെ വർക്ക് ഈ വർഷം വയ്ക്കണമെന്ന് വിചാരിച്ചല്ലേ, നടക്കാതെ പോയില്ലേ, അടുത്ത വർഷം നിൻ്റെ വർക്ക് എൻ്റെ വർക്കിൻ്റെ അടുത്ത് വയ്ക്കണമെന്ന് പറയാണ്. ആ ടൈമിന് ഭീമ് ഉറപ്പായിട്ടും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ക്യൂവിൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് 2-3 ഫാൻ ഗേൾസ് വന്നിട്ട് അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഭീമ് ശരി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേ ചെല്ലാണ്. ഈ ടൈമിന് അങ്ങോട്ടേക്ക് ടാനും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ക്യൂവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. പക്ഷേ പുമ്മാണെങ്കിൽ ഭീമിനെ കണ്ടിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ഇങ്ങനെ പുമ്മാണെങ്കിൽ ഭീമിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭീം പുമ്മിനെ ശ്രദ്ധിക്കുന്നത്. അവനെ കണ്ടതും എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഭീം പെട്ടെന്ന് തിരിഞ്ഞിരിക്കുകയാണ്. ആ സമയം പുമ്മ വന്നിട്ട് എന്താ നീ എന്നെ അവോയ്ഡ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഭീമാണെങ്കിൽ തിരിഞ്ഞിട്ട് അല്ല അവോയ്ഡ് ചെയ്തല്ല, ഞാനൊന്ന് ചുമച്ചതാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഭീം പുമ്മിൻ്റെ അടുത്ത് നിനക്ക് ആർട്ടൊന്നും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ചപ്പോൾ ടാനിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ദേ അവരുടെ കൂടെ വന്നതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് ഭീമാണെങ്കിൽ നീ എൻ്റെ വർക്ക് അന്ന് ബോളറിങ് താഴെ വീഴ്ത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ വർക്കും ഇവിടെ ഇരുന്നേനെന്ന് പറയാണ്. ആ ഒരു ടൈമിന് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമം തോന്നിയിട്ട് പുമ്മ് അവർ തമ്മിലുള്ള കിസ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് വരാണ്. പെട്ടെന്ന് ഭീമ് വിഷയം മാറ്റിയിട്ട് വാ നമുക്ക് ടാനിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയിട്ട് സ്പീഡിന് നടന്നു പോവാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ടാനും ഫാങ്ങും കൂടെ ആയിട്ട് ആ ഒരു ബൊക്കെ ക്യൂവിന് കൊടുത്തിട്ട് കൺഗ്രാജുലേഷൻ പറയാണ്. ആ ടൈമിന് അങ്ങോട്ടേക്ക്
ചെയിനും പന്നും വരുന്നുണ്ട്. അവരും ഒരു ബൊക്കെ കൊടുക്കുകയാണ്. ചെയിനാണെങ്കിൽ റോസോ ഡെയ്സിയോ വാങ്ങാനാണ് ഇന്നത്. എന്നാൽ പന്നാനെ വിളിച്ചോണ്ട് പോയിട്ട് കുറച്ച് താമരപ്പൂ ബൊക്കയിലാക്കിയിട്ടാണ് കൊടുത്തത്. അവൻ എന്ത് പറ്റിയത് ആർക്കും അറിയത്തില്ല. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് നമ്മുടെ ക്യൂ താങ്ക്സ് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് ചെയിനും പന്നും ഒക്കെ ആണെങ്കിൽ പീം എവിടെയും ചോദിക്കുകയാണ്. അങ്ങോട്ടേക്ക് അപ്പോൾ കറക്റ്റായിട്ട് പീമും പുമ്മും വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ടാനാണെങ്കിൽ വാ നമുക്ക് സെൽഫി എടുക്കാൻ തുടങ്ങിയിട്ട് ചറ പറന്ന് കുറേ സെൽഫി എടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ക്യൂവിനെ ഒന്നുകൂടെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അതിൻ്റെ ടാനാണെങ്കിൽ പീമിൻ്റെ അടുത്ത് അടുത്ത വർഷം നിൻ്റെ വർക്ക് നീ വെക്കണം, ആ സമയത്ത് ഇതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരുമെന്ന് പറയാണ്. അതിനുശേഷം അവരെല്ലാവരും പോകാനായിട്ട് ഇറങ്ങാണ്. ക്യൂ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ക്യൂവിൻ്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് പോവാണ്. പക്ഷേ പീമ് പുമ്മും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പുമ്മ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാതെ ഇരിക്കുന്ന കണ്ടിട്ട് പീമ് നീ എന്താ പോകാത്തതെന്ന് ചോദിക്കുകയാണ്. ആട്ടോന് പുമ്മ് അത് പിന്നെ ഈ ആർട്ട് ഗാലറി എനിക്ക് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങണം, എന്നെ ചുറ്റിക്കറങ്ങി കാണിച്ചു തരാനായിട്ട് പറയാണ്. എന്നിട്ട് പുമ്മങ്ങ് നടക്കാണ്. ആട്ടോന് പീമ് ഞങ്ങൾ രണ്ടിനും കിസ് ചെയ്തു, എന്നിട്ട് പോലും ഇവനെന്താ ഇത്ര നോർമലായിട്ട് പെരുമാറുന്നത്, ഇവൻ്റെ ഒരു റിയാക്ഷനും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പീമാണെങ്കിൽ ചുറ്റി നടന്ന് ഓരോ ആർട്ട് വർക്കും പുമ്മിന് കാണിച്ചു കൊടുക്കുകയാണ്. പുമ്മേൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പീമിന് പുമ്മിൻ്റെ അടുത്ത് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു കിസ് കാരണം. പക്ഷേ പുമ്മാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പുമ്മ പീമിനെ തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം ചുറ്റിക്കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പീമാണെങ്കിൽ പുമ്മിൻ്റെ അടുത്ത് നമുക്ക് തിരിച്ചു പോകാമല്ലോ എന്ന് ചോദിക്കുകയാണ്. ആട്ടോന് പുമ്മ് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ പീമങ്ങ് നടന്നു പോവാണ്. പുമ്മും പുറകെ പോകുന്നുണ്ട്. ഇതേ ടൈമിന് ടോയ് അങ്ങോട്ടേക്ക് വന്നിട്ട് ക്യൂവിൻ്റെ വർക്ക് നോക്കുകയാണ്. ആ ഒരു ടൈമിൽ ക്യൂ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ടോയ് ആ വർക്ക് നോക്കിയിട്ട് ഒരു പേപ്പറിൽ എന്തോ എഴുതി അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് പോവുകയാണ്. ഈ ഒരു ടൈമിന് ടോയ് പോയതും അങ്ങോട്ടേക്ക് ക്യൂ വരുന്നുണ്ട്. വന്നുകൊണ്ടേ ആ ഒരു പേപ്പർ അവിടെ ഇരിക്കുന്ന ആളാണ്. ആ പേപ്പറിൽ ഡ്രോയിങ് അടിപൊളിയായിട്ടുണ്ടെന്നാണ് എഴുതിയിരുന്നത്. അങ്ങനെ അതും നോക്കിയിട്ട് ക്യൂ എന്തോ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ടോയ് അങ്ങോട്ടേക്ക് എന്നിട്ട് ക്യൂവിനെ വിളിക്കുകയാണ്. എന്നാൽ ക്യൂ വിളി കേൾക്കുന്നില്ല. അവനെന്തോ ചിന്തയിൽ നിൽക്കുകയാണ്. അങ്ങനെ ടോയ് വീണ്ടും വിളിച്ചപ്പോഴാണ് ക്യൂ തിരിച്ച് ചിന്തയിലേക്ക് വരുന്നത്. അങ്ങനെ എന്താ കാര്യം ചോദിക്കുന്ന ടൈമിന് ടോയ് ആണെങ്കിൽ വർക്ക് അടിപൊളിയായിട്ടുണ്ട്, നമുക്ക് ഈ ഡ്രോയിങ്ങിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്താലും ചോദിക്കുകയാണ്. അങ്ങനെ അവരുടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞതും ക്യൂ ടോയിൻ്റെ അടുത്ത് നീ ഫ്രീ ആണോ എന്ന് ചോദിക്കുകയാണ്. ടോയ് ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ ക്യൂ ആണെങ്കിൽ എങ്കിൽ വാ ഞാൻ നിനക്ക് ട്രീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ടോയ് ക്യൂവിന് പനി വല്ലതുണ്ടോ എന്ന് ഇങ്ങനെ തൊട്ട് വെക്കാണ്. കാരണം ക്യൂ ഇങ്ങനെ നല്ലതുപോലെ മര്യാദയ്ക്ക് ഒരൊറ്റ മനുഷ്യനോട് സംസാരിക്കത്തില്ല എന്ന് നമുക്ക് ഇത്രയും എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ഇപ്പോൾ സംസാരിച്ച് കണ്ടിട്ട് ടോയ് ആണെങ്കിൽ ക്യൂവിന് പനിയുണ്ടോ എന്ന് നോക്കിയിട്ട് നിനക്ക് വയ്യെന്ന് ചോദിക്കുകയാണ്. ആട്ടനും ക്യൂ ആണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീയല്ലേ പറയുന്നത് ഞാൻ നിൻ്റെ സീനിയറായിട്ട് നിനക്ക് ഞാൻ ഒന്നും തന്നെ ചെയ്തു തന്നിട്ടില്ല, നിന്നെ ഞാൻ ബാക്കിയുള്ളവരെ പോലെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ, അതുകൊണ്ട് ഞാൻ നിനക്ക് ട്രീറ്റ് ചെയ്ത് തരാം, എൻ്റെ കൂടെ വരാൻ പറയാണ്. അങ്ങനെ ടോയ് ആണെങ്കിൽ ഇപ്പോഴേ പോകാമെന്ന് വെച്ചപ്പോൾ ക്യൂ ആണെങ്കിൽ അതെ ഇപ്പോഴേ പോകാമെന്ന് ഇറങ്ങിയിട്ട് അവനെ വിളിച്ചുകൊണ്ടങ്ങ് ചെല്ലാണ്. അങ്ങനെ ഇത് നേരെ ചെന്നത് ഹൈസ്കൂൾ ടൈമിൽ ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്ന ടൈമിന് ടോയ് ആണെങ്കിൽ ക്യൂവിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കഫേ ഉണ്ടല്ലോ, ആ ഒരു കഫേ അങ്ങോട്ടേക്കായിരുന്നു ചെന്നത്. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴേ ടോയ് ആണെങ്കിൽ ഒരുമാതിരി മടിച്ച് നിൽക്കുകയാണ്. ആട്ടേന് ക്യൂ ആണെങ്കിൽ വരാൻ പറയാണ്. പക്ഷേ ടോയ്ക്ക് എന്തോ ഒരു പേടിയുള്ള പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇവർ നേരെ അകത്തേക്ക് ചെല്ലാണ്. അങ്ങനെ ഇവർക്കുള്ള ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാനായിട്ട് ഇവർ നേരെ ചെന്ന് ഓയുടെ അടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ടിട്ട് ഓയാണെങ്കിൽ അല്ല നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് വന്നേന്ന് ചോദിക്കുകയാണ്. അത് ചോദിച്ച ടൈമിന് ക്യൂവും ടോയും ഒന്നും മിണ്ടാതിക്കായിരുന്നു. ആ ഒരു ടൈമിന് ഓയാണെങ്കിൽ രണ്ടുപേരും നോക്കുന്നുണ്ട്. ടോയുടെ മുഖത്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് ഓയ്ക്ക് എന്തോ കത്തിയിട്ട് നിങ്ങളുടെ ഒരു കോളേജിലാണല്ലേ പഠിക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ അവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് ക്യൂ ആണെങ്കിൽ അവന് വേണ്ട ഡ്രിങ്ക് ഓർഡർ ചെയ്യാണ്. എന്നിട്ട് ടോയുടെ അടുത്ത് നിനക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യും, ഞാൻ പേ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിൽ ടോയ് ആണെങ്കിൽ നീ എപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങിയത്, നീ എങ്ങനെയെന്നുള്ള ആളല്ലല്ലോ എന്ന് പറയാണ്. അട്ടന് ക്യൂ ആണെങ്കിൽ അത് പിന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവനെങ്ങനെ നന്നായിട്ട് നോക്കുന്നില്ല എന്ന്, ഞാൻ പിന്നെ അവൻ്റെ സീനിയറല്ലേ അതുകൊണ്ട് പിന്നെ അവനെ ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണെന്ന് പറയാണ്. അങ്ങനെ ടോയ് ആണെങ്കിൽ അവനും ക്യൂവും ഓർഡർ ചെയ്ത അതേ സാധനം മതി എന്ന് പറയാണ്. അങ്ങനെ അത് രണ്ടും ഓർഡർ ചെയ്യാണ്. അങ്ങനെ ഈ ഒരു ടൈമിന് ഓയുടെ മനസ്സിൽ എന്തോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഓയാണെങ്കിൽ ഇവ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിട്ട് എന്ത് ചെറിയ ലോകമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് ടോയും ഓയും തമ്മിൽ ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. അവർ തമ്മിൽ എന്തോ ഒരു സീക്രട്ട് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ഇനി എൻ്റെ തോന്നലാണെന്ന് മാത്രം അറിയത്തില്ല, പക്ഷേ എവിടെയും എന്തോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് വാങ്ങിച്ചുകൊണ്ട് ക്യൂ ആണെങ്കിൽ ടോയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കഫേയുടെ അപ്പുറത്തുള്ള റൂം ഒരു ആർട്ട് ഗാലറി പോലെ ഇങ്ങനെ പിള്ളേർ വന്ന് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന റൂമാണെന്ന്. അങ്ങനെ അവിടെ ഇരുന്ന ഡ്രോയിങ്സ് ഒക്കെ ടോയ് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ ക്യൂ ആണെങ്കിൽ അവിടെ നിന്നിട്ട് ടോയിയോട് സംസാരിക്കുകയാണ്. നേരത്തെ ഓയുടെ അടുത്ത് സംസാരിക്കുന്ന ടൈമിന് ഓയ്ക്ക് ഇവർ രണ്ടുപേരും പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ പറ്റിയിട്ട് ക്യൂ ചോദിക്കുന്ന ടൈമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോയും ഇവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണെന്ന്. അങ്ങനെ ഇപ്പോൾ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യൂ ആണെങ്കിൽ നീ ഇവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണല്ലോ, പിന്നെ ഞാനെന്താ ഇതിനു മുമ്പ് നിന്നെ കണ്ടിട്ടില്ലാത്തതെന്ന് ചോദിക്കുകയാണ്. ടൈമിന് ടോയ് ആണെങ്കിൽ നമ്മളും വേറെ സമയത്തായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് കള്ളം പറയാണ്. പക്ഷേ ഫ്ലാഷ് ബാക്കിൽ നമുക്കറിയാം ഇവരുടെ ഒരേ ടൈമിനാണ് വന്നിരുന്നതെന്നും ടോയ് ക്യൂവിനെ എപ്പോഴും നോക്കുമായിരുന്നെന്നും. അങ്ങനെ അവരിങ്ങനെ ഇരിക്കുന്ന ടൈമിന് ക്യൂ ആണെങ്കിൽ അപ്പുറത്തെ റൂമിൽ ഇരുന്നൊരു പെയിൻറ്റിങ് കാണിച്ചിട്ട് ഇത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമിന് വരച്ച പെയിൻറ്റിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ക്യൂ ടോയുടെ അടുത്ത് നീ ഇവിടെ സ്ഥിരം വരുമായിരുന്നല്ലോ, നീ എന്തുകൊണ്ടാണ് ഇവിടെ സ്ഥിരം വരുന്നതെന്ന് ചോദിക്കുകയാണ്. ആട്ടേന് ടോയ് ആണെങ്കിൽ അത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരാളെക്കുറിച്ച് മനസ്സിലാക്കാനും അയാളെ പരിചയപ്പെടാനും സാധിച്ചു. അയാളെക്കുറിച്ചുള്ള ഒരുപാട് നല്ല മെമ്മറീസ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ എപ്പോഴും സ്ഥിരം വരുന്നതെന്ന് പറയാണ്. ടോയ് ക്യൂവിനെയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ക്യൂവിന് അത് അവനാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇത് കേട്ടതും ക്യൂവിന് എന്തോ ഒരു വിഷമാകുന്നുണ്ട്. ടോയുടെ മനസ്സിൽ മറ്റൊരാൾ ഉണ്ട് എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം അവനിങ്ങനെ വിഷമിച്ചത്. അങ്ങനെ ക്യൂ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് ടോയ് എന്താ കാര്യം എന്നൊക്കെയാണ്. ആ ടൈമിൽ ക്യൂ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവരുടെ ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് തുടങ്ങാണ്. പക്ഷെ അപ്പോഴും ക്യൂ ആ ഡ്രിങ്ക്സ് കുടിക്കാതെ എന്തോ ഇങ്ങനെ ആലോചിച്ച് അവൻ്റെ മുഖം നല്ല വിഷമത്തിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം പുമ്മിനെയും ഭീമിനെയാണ് കാണിക്കുന്നത്. ഭീമിങ്ങനെ നടന്നതിനനുസരിച്ച് പുമ്മ അവനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. ഈ ആർട്ട് ഗാലറി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ റൂമിൻ്റെ അകത്ത് ഡ്രോയിങ്സ് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു സ്റ്റോൾ പോലെ ഇട്ടിട്ട് ഫായ ആണെങ്കിൽ കുറേ ഗ്ലാസ് മഗ് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഓരോരുത്തർക്ക് എടുത്ത് പെയിൻറ്റ് ചെയ്യാനായിട്ടായിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്കും പുമ്മ അത് അവന് ചെയ്യണമെന്ന് പറയാണ്. ഭീം അപ്പോൾ ഒരുപാട് ലേറ്റായി എന്ന് പറഞ്ഞപ്പോൾ പുമ്മ് വാ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഭീമാണെങ്കിൽ ഫയൽ എടുത്ത് ഫായ് നീ ഇതിപ്പോഴും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫായ് അത് ഓപ്പൺ ആണെന്ന് പറയാണ്. അങ്ങനെ ഭീമാണെങ്കിൽ പുമ്മിനായിട്ടൊരു മഗ് വാങ്ങിച്ചിട്ട് അത് അവൻ്റെ കൊടുത്ത ശേഷം നീ അവിടെ ചെന്നിരുന്ന് പെയിൻറ്റ് ചെയ്തോ, ഞാൻ വീട്ടിലേക്ക് പോകണമെന്ന് പറയാണ്. ആ സമയം പുമ്മാണെങ്കിൽ അയ്യോ പോവല്ലേ, എൻ്റെ കൂടെ ഇവിടെ ഒരുമിച്ചിരിക്കുക, നമുക്ക് ഒരുമിച്ച് ചെയ്യാം പ്ലീസ് എന്ന് പറയാണ്. അങ്ങനെ എന്നിട്ട് അത്രയും പറഞ്ഞിട്ട് പുമ്മ ഭയങ്കര നിഷ്കളങ്കമായിട്ട് ഭീമിനെ നോക്കുകയാണ്. അത് കണ്ടപ്പോഴത്തേക്കും ഭീമിന് അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ സമ്മതിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഈ റൊമാൻസ് കണ്ടിട്ട് ഫായ്ക്ക് എല്ലാം മനസ്സിലായെന്നാണ് തോന്നുന്നത്. ഇവരവർ എന്തോ ഉണ്ടെന്ന് നമുക്ക് തോന്നിച്ചിട്ട് അവളും ഇങ്ങനെ ബ്ലഷ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ ഒരു സീറ്റിലേക്ക് ചെന്നിരിക്കുകയാണ്. ആ ടൈമിൽ ഫായ് ആണെങ്കിൽ ഇവർക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള പെയിൻറ്റ് കൊണ്ടുവച്ചിട്ട് ചെല്ലാണ്. അങ്ങനെ ഇവരിങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ടൈമിന് പുമ്മാണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് ഇതെനിക്ക് പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ഭീം കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്, ഇതിൻ്റെ മുകളിൽ വേറെ കോട്ടിങ് ഒക്കെ കൊടുക്കണം, അതൊക്കെ സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ഫായ് നിന്നെ വിളിച്ചറിയിക്കും, നീ അപ്പം വന്ന് വാങ്ങിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് പുമ്മാണെങ്കിൽ എങ്കിൽ പിന്നെ ഇത് നീ എനിക്ക് വേണ്ടി വാങ്ങിച്ച് വച്ചേക്കുമെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ഭീം ഞാനെന്തിനാ വാങ്ങിച്ചു വയ്ക്കുന്നത്, ഇത് നിൻ്റെ അല്ലേന്ന് ചോദിച്ചപ്പോൾ പുമ്മാണെങ്കിൽ എൻ്റെത് എന്താണോ അത് നിൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് ഭീമാണെങ്കിൽ അവർ തമ്മിലുള്ള കിസ്സിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിനെക്കുറിച്ച് അവർ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. എന്നാൽ ബാക്കി അവർ കംപ്ലീറ്റ് ആക്കാൻ നിൽക്കാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പെയിൻറ്റ് ചെയ്യാണ്. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരിത് ഫായിയുടെ അടുത്ത് കൊണ്ടു കൊടുക്കുകയാണ്. ആ ടൈമിൽ ഫായ് ഇതിൻ്റെ കോട്ടിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ഭീമിൻ്റെ ഇത് കൊടുത്തേക്കാന്ന് പറയാണ്. എന്നിട്ട് ഭീമാണെങ്കിൽ എങ്കിൽ ശരി നീ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോൾ പുമ്മ് വാ ഞാൻ നിന്നെ കൊണ്ടുവിടാന്ന് പറയാണ്. ആ ടൈമിൽ ഭീം അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുമ്മാണെങ്കിൽ വാന്നേ ഞാൻ നിന്നെ കൊണ്ടുവിടാന്ന് പറയാണ്. ആ ടൈമിൽ വീണ്ടും ഇവരെ തമ്മിൽ റൊമാൻസ് ഇട്ടിട്ട് ഫായ് ആണെങ്കിൽ ഇവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പുമ്മ് ഭീമിനെ വീട്ടിലേക്ക് കൊണ്ടുവിടാണ്. അവർ തമ്മിൽ സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടാതിരിക്കാനായിട്ട് കൊണ്ടുവിട്ടാണെ തന്നെ ഭീമ് കാറിൽ നിന്ന് ഇറങ്ങി നടന്നു കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പുമ്മ അതിനുമ്പ് വന്നിട്ട് സെമസ്റ്റർ ബ്രേക്കിന് നീ എന്താ ചെയ്യാൻ പോകുന്നത്, ആ വെക്കേഷൻ ടൈമിന് നീ ഫ്രീ ആണോ എന്ന് ചോദിക്കുകയാണ്. അടന് ഭീം അറിഞ്ഞിട്ട് എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫ്രീ ആണ് അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഭീം എന്നെക്കൊണ്ട് വീണ്ടും നിൻ്റെ വേലക്കാരനായിട്ട് ഓരോ ജോലി ചെയ്യിപ്പിക്കാനല്ലേ എന്ന് പറയാണ്. ആട്ടയന് പുമ്മാണെങ്കിൽ ഞാൻ മാത്രമല്ല നിന്നെ ജോലി ചെയ്യിപ്പിക്കുന്നത്, അന്ന് രാത്രി എന്ന് പറഞ്ഞു തുടങ്ങാണ്. ആ ടൈമിന് കിസ്സിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഞാൻ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭീം ഉടനെ തന്നെ വീട്ടിനകത്തേക്ക് കയറിയിട്ട് ഗേറ്റ് ക്ലോസ് ചെയ്തങ്ങ് നടന്നുമാണ്. ആട്ടയന് പുമ്മ് നിക്ക് എന്താ ഇത്ര തിരക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഭീം അതൊന്നും മൈൻഡ് ചെയ്ത് കയറിച്ചില്ല. അങ്ങനെ ആ റൂമിൽ ചെന്നാണെങ്കിൽ തന്നെ പുമ്മിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു പാവ അത് അവൻ്റെ ബെഡ് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിനെടുത്ത് വെച്ചിട്ട് എടാ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, നിന്നെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവേനെടുത്തിട്ട് എറിയുന്നു, അടിക്കുന്നു, വലിക്കുന്നു, അതിനെ കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിന് ഇവനിങ്ങനെ അലറി വിളിക്കുന്നതൊക്കെ താഴെ ഇരുന്ന് അവൻ്റെ ആൻറ്റി കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ആൻറ്റി ആണെങ്കിൽ അവ ഒരുപാട് പഠിക്കുന്നുണ്ടായിരിക്കും, പഠിച്ച് വട്ടായിട്ടായിരിക്കും എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഭീമിൻ്റെ അടുത്ത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഭീം അതിന് മറുപടി എടുക്കാതെ അവിടെ അടുത്ത് പൂമിനെ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ഭീമൊക്കെ ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിന് അവരുടെ ക്ലാസ് കഴിഞ്ഞിട്ട് സാറ് പോകുന്നതാണ്. സാറ് പോയി കഴിയതും ക്ലാസ്സിൽ ഇരുന്ന് എല്ലാവരും അലറി വിളിച്ച് ആഘോഷിക്കുകയാണ്. കാരണം അത് അവരുടെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. അതോടുകൂടി അവരുടെ ആ ഒരു സെമസ്റ്റർ എൻഡ് ആവുകയാണ്. സോ അവർക്ക് ബ്രേക്ക് കിട്ടാണ്. ഇനി കുറച്ചൊക്കെ ക്ലാസ് ഒന്നുമില്ല. അങ്ങനെ സാറ് പോയ സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ ഭീമാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് ഉറങ്ങാൻ പോകുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ക്യൂ ആണെങ്കിൽ ഉറങ്ങാൻ പോകാമെന്നോ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറയാണ്. ആ ടൈമിന് ഭീം എങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാം, ടോയിനെയും മാത്യുവിനെയും കൂടെ വിളിക്കാനായിട്ട് പറയാണ്. ആ ടൈമിന് ക്യൂ ആണെങ്കിൽ അവരെ എന്തിനാണ് വിളിക്കണം, അവരെ വിളിച്ചിട്ട് എന്തോന്ന് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ അത് പറഞ്ഞോണ്ടേ തന്നെ ക്യൂ ആണെങ്കിൽ ടോയിനെ വിളിച്ചിട്ട് ഓർഡർ ഇടും പോലെ ഇന്ന് വൈകുന്നേരം പാർട്ടി ഉണ്ട്, മര്യാദയ്ക്ക് മുറക്കാതെ മാത്യുവിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് കോള് കട്ടിയാണ്. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞതും ഭീമാണെങ്കിൽ നീയല്ല അവരെന്തെങ്കിലും വിളിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ചോദിച്ചത്, പിന്നെ എന്തിനാ അവരെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ആട്ടെ എനിക്ക് ക്യൂ അതിന് മറുപടി കൊടുക്കാതെ ഭീമിൻ്റെ അടുത്ത് വാ പോകാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അവിടെ നിന്ന് ചെല്ലാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവരെല്ലാവരും ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ് മൊത്തം ഉണ്ട്. അങ്ങനെ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്ന ടൈമിന്
പന്നാണെങ്കിൽ നമുക്കാണെങ്കിൽ കിങ്സ് കപ്പ് ഗെയിം കളിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഓരോ കാർഡ് എടുക്കും. ഇതിലൊരു കാർഡ് കിങ്ങിൻ്റെതായിരിക്കും. ഈ കിങ് എന്ന് പറഞ്ഞ കാർഡ് കിട്ടുന്ന ആൾക്ക് ബാക്കിയുള്ളവരെടുത്ത് എന്ത് ചെയ്യാൻ വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ഓരോരോ നമ്പേഴ്സ് ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. ആരും തന്നെ അവർക്ക് കിട്ടിയ നമ്പർ ഏതാണെന്ന് റിവീൽ ചെയ്യത്തില്ല. ആകെ കിങ് മാത്രമേ താൻ കിങ് ആണെന്ന് റിവീൽ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഏത് നമ്പറാണെന്നൊന്നും അറിയാതെ കിങ് ഏതെങ്കിലും ഇഷ്ടമുള്ള നമ്പറിൻ്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയും. ആ ഒരു ടൈമിനാണ് ആ ഒരു നമ്പർ കിട്ടിയ ആൾ ആ നമ്പർ എനിക്കാണ് കിട്ടിയെന്ന് പറയുന്നത്. അങ്ങനെ കിങ് പറഞ്ഞ ആ ഒരു കാര്യം അയാൾ ചെയ്യും. അതാണ് ഗെയിം. അങ്ങനെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് തന്നെ കിങ്ങിൻ്റെ കാർഡ് കിട്ടിയത് ടാനായിരുന്നു. അങ്ങനെ ടാനാണെങ്കിൽ നമ്പർ 3ൻ്റെ അടുത്ത് ഒരു ഗ്ലാസ് മൊത്തം ഡ്രിങ്ക് ചെയ്യാനായിട്ട് പറയാണ്. നമ്പർ 3 വന്നത് മാത്യു ആയിരുന്നു. അങ്ങനെ മാത്യു ഒരു ഗ്ലാസ് ഫുള്ള് ഡ്രിങ്ക് ചെയ്യാണ്. രണ്ടാമത് സ്റ്റെപ്പ് കളിച്ചപ്പോഴത്തേക്കും കിട്ടിയത് ക്യൂവിനായിരുന്നു. ക്യൂ ആണെങ്കിൽ ഇപ്രാവശ്യം ടാൻ തന്നതുപോലെ എളുപ്പമുള്ളതെന്നും ആയിരിക്കത്തില്ല ഞാൻ തരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്പർ 1ൻ്റെ അടുത്ത് നമ്പർ 2ൻ്റെ നെറ്റിയിൽ കിസ് കൊടുക്കാനായിട്ട് പറയാണ്. നോക്കിയപ്പോൾ ചെയിനായിരുന്നു നമ്പർ 1 കിട്ടിയത്. അങ്ങനെ ചെയിനാണെങ്കിൽ നമ്പർ 1 ഞാനാണ്, നമ്പർ 2 ആരാന്ന് ചോദിക്കുകയാണ്. ആ സമയം പന്ന് മാത്രം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും അവനാണ് നമ്പർ 2 എന്ന് മനസ്സിലാകുന്നുണ്ട്. ആ ടൈമിന് പന്നും അവൻ്റെ കാർഡ് എടുത്ത് കാണിക്കുകയാണ്. അങ്ങനെ ചെയിനും പന്നും കൂടെ ആയിട്ട് കിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പരസ്പരം നോക്കിയിരിക്കുകയാണ്. അവർക്കുള്ളവർക്ക് നല്ല ടെൻഷനുണ്ട്. പന്നാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. അങ്ങനെ ചെയിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പല്ലിന് നെറ്റിയിലൊരു കിസ് കൊടുക്കുകയാണ്. ഇതിട്ട് എല്ലാവരും അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിയറൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പന്നിന് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തോണ്ട് തന്നെ പന്ന് അടുത്തേലും ഞാൻ തന്നെ കിങ് ആവും എന്ന് പറഞ്ഞിട്ട് റിവെഞ്ച് ചെയ്യാൻ കണക്കിന് ഇങ്ങനെ ഇരിക്കുകയാണ്. പറഞ്ഞ തന്നെ അവന് തന്നെ കിങ് കിട്ടാണ്. അങ്ങനെ അവനാണെങ്കിൽ നമ്പർ 2ൻ്റെ അടുത്തും നമ്പർ 6ൻ്റെ അടുത്തും പരസ്പരം കവിളിൽ കിസ് ചെയ്യാൻ പറയാണ്. നോക്കിയപ്പോൾ നമ്പർ 6ഉം നമ്പർ 2ഉം എന്നത് ക്യൂവും ടോയും ആയിരുന്നു. അങ്ങനെ ടോയ്ക്ക് ഇത് കണ്ടിട്ട് ടോയ് ആണെങ്കിൽ പന്നിൻ്റെ അടുത്ത് എന്നെ ഒന്ന് ഇതിന്ന് മാറ്റാവോ പ്ലീസ് 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 എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ പന്ന് ശരി ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പരസ്പരം 3 പ്രാവശ്യം കവിളിൽ കിസ് ചെയ്യാൻ പറയാണ്. അങ്ങനെ കൂട്ടിക്കൊടുത്തത് കണ്ടിട്ട് ക്യൂ എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുകയാണ്. അടനെ എല്ലാവരും ക്യൂവിനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം 3 പ്രാവശ്യമായിട്ട് ക്യൂ 3 പ്രാവശ്യം ടോയിനെയും ടോയ് 3 പ്രാവശ്യം ക്യൂവിനെയും കവിളിൽ കിസ് ചെയ്യാണ്. കിസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇതുപോലെ ഇനിയും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ടോയ് ആണെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയാണ്. ടോയ് ആണെങ്കിൽ അവൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടിയിട്ട് അവിടെ ഇരുന്ന് ഉരുകുവാണ്. അവൻ്റെ സിറ്റുവേഷൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള മാത്യുവിനും നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം കാണി ഇത് രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്നതാണ്. മാത്യുവും ക്യൂവും ഒരു ബ്ലാങ്കറ്റ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഉറങ്ങുന്ന ടൈമിന് ക്യൂ ആണെങ്കിൽ ആ ഒരു ബ്ലാങ്കറ്റ് മൊത്തത്തിൽ അങ്ങ് എടുക്കുകയാണ്. അങ്ങനെ മാത്യുവിന് രാത്രി തണുത്തിട്ട് പീമിൻ്റെ അടുത്ത് വേറെ ബ്ലാങ്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പീം വേറൊരു ബ്ലാങ്കറ്റ് എടുക്കാനായിട്ട് പോവാണ്. ക്യൂവും ടോയും കിടന്നതിൻ്റെ ഇടയിലായിട്ടായിരുന്നു പീം കിടന്നത്. പീം ബ്ലാങ്കറ്റ് എടുക്കാൻ പോയ ടൈമിന് മാത്യു ആണെങ്കിൽ നീങ്ങി ക്യൂവിൻ്റെ അടുത്തേക്ക് വരാണ്. അങ്ങനെ ക്യൂ ആണെങ്കിൽ നീങ്ങി ടോയുടെ അടുത്തേക്ക് എത്താണ്. അങ്ങനെ പീം വന്നിട്ട് അവൻ മാത്യുവിൻ്റെ അടുത്ത് കിടക്കുകയാണ്. അങ്ങനെ എല്ലാവരും വീണ്ടും ഉറങ്ങുകയാണ്. ഈ സമയം ക്യൂ എഴുന്നേറ്റിട്ട് ടോയിനെ നോക്കുന്ന ടൈമിന് ടോയ് ആണെങ്കിൽ അവൻ്റെ ബ്ലാങ്കറ്റ് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്ലാങ്കറ്റ് മൊത്തത്തിൽ ഇങ്ങനെ മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്യൂ കിടന്നുറങ്ങാണ്. ഈ സമയം ടോയ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ക്യൂ ആണ് അവന് മൂടിക്കൊടുത്തത് എന്ന് മനസ്സിലായിട്ട് അവൻ ചെറുതായിട്ട് ബ്ലഷ് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ക്യൂ ഒഴിച്ച് ബാക്കി എല്ലാവരും എഴുന്നേറ്റ് വന്നിരിക്കുന്നതാണ്. ആ സമയം എല്ലാവരും എനിക്ക് നല്ല വിശക്കുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ചെയ്യാനാണെങ്കിൽ എങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് അവിടെ ഇരുന്ന് ബ്രെഡ് കഴിക്കാനായിട്ട് പീം എല്ലാവർക്കും എടുത്തു കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിന് കഴിഞ്ഞ ദിവസത്തെ ആ ഗെയിമിൻ്റെ സമയത്ത് ടോയ് എന്തുമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നെന്നും ക്യൂവിനെ കിസ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ എന്തുമാത്രം അവരുടെ ഹാർട്ട് ബീറ്റ് കൂടിയിട്ടുണ്ടായിരുന്നെന്നും മാത്യുവിന് നല്ലപോലെ അറിയായിരുന്നു. അങ്ങനെ മാത്യു ആണെങ്കിൽ അവൻ്റെ അടുത്ത് അതിനെപ്പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് എല്ലാവരും എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് മാത്യു ആണെങ്കിൽ ടോയ്ക്ക് ക്യൂവിന് ഇഷ്ടമാണെന്ന് പറയാണ്. ഇത് കേട്ടതും എല്ലാവരും ഷോക്കാവുകയാണ്. ആ സമയം മാത്യുവിൻ്റെ അടുത്ത് ടോയ് ആണെങ്കിൽ നീ എന്തിനാ അത് പറയാൻ പോയെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേ ക്യൂ വരാണ്. ക്യൂ ആണെങ്കിൽ അവിടെ വന്ന് നിന്നത് കണ്ടതും എല്ലാവരും പെട്ടെന്ന് ഞെട്ടാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നത്, ഞാൻ പ്രേതം വല്ലതും ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് പന്നാണെങ്കിൽ അത് പിന്നെ മാത്യു ഇപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയാനായിട്ട് വരാണ്. പെട്ടെന്ന് എല്ലാവരും ചെന്നിട്ട് അവൻ്റെ വാ പൊത്തി പിടിക്കുകയാണ്. ഇതേ സമയം ടാനും പീമും കൂടെ ആയിട്ട് ക്യൂവിനെ പോയി കുളിക്കെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാന്. അങ്ങനെ ക്യൂ പോയി കഴിഞ്ഞപ്പോഴാണ് മര്യാദയ്ക്ക് എല്ലാവർക്കും ശ്വാസം നേരെ വീഴുന്നത്. ഈ ഒരു ടൈമിനും ടോയ്ക്ക് ക്യൂവിന് ഇഷ്ടമാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് എല്ലാവരും വിറയിലും മാറുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം എല്ലാവരും ഒരിടത്ത് ചെന്നിരുന്ന ശേഷം ടോയുടെ അടുത്ത് നിനക്ക് അവന് ഇഷ്ടമാണോ, എപ്പോൾ തൊട്ടാണ് ഇഷ്ടം തുടങ്ങിയത്, നിങ്ങളെ എപ്പോൾ കണ്ടാലും നിങ്ങളൊരു അടിയാണല്ലോ എന്നിങ്ങനെ മാറി ഓരോരുത്തരായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ചെയ്യാനാണെങ്കിൽ നിനക്ക് പറയണമെന്ന് താല്പര്യമില്ലെങ്കിൽ നീ പറയണ്ടെന്ന് പറയാണ്. അണ്ടേനെ ടോയ് ഇല്ല കുഴപ്പമില്ല, ഇപ്പം എല്ലാവർക്കും എനിക്ക് അവന് ഇഷ്ടമാണെന്ന് അറിയാമല്ലോ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം പറയാം, എനിക്ക് പണ്ടേ ക്യൂവിനെ അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് ചെല്ലാണ്.
ടോയ് ദിവസവും ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഓയുടെ കഫേയിലേക്ക് ചെല്ലായിരുന്നു. അവൻ എന്ന് ചെന്നാലും അവിടെ ഒരു പയ്യൻ ചെന്നിട്ട് അവനാണെങ്കിൽ ഡ്രോയിങ് റൂമിൽ ചെന്നിരുന്ന ശേഷം ഡ്രോയിങ് ചെയ്യുന്നത് കാണാറുണ്ട്. ആ പയ്യനെ എപ്പോൾ കണ്ടാലും ടോയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ടായിരുന്നു. അത് ക്യൂ ആയിരുന്നു. സന്തോഷം തോന്നാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിന് ഡ്രോയിങ് ഇഷ്ടമാണ്, അതാണ് അവൻ്റെ പാഷൻ എന്ന് ക്യൂവിന് അറിയായിരുന്നു. എന്നാൽ ടോയ്ക്ക് അവൻ്റെ പാഷൻ ഇതുവരെയായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പാഷൻ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ക്യൂവിനെ കണ്ടപ്പോഴത്തേക്കും ടോയ്ക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷവും ഒരു ഇഷ്ടവും തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ടോയ് ആണെങ്കിൽ ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വരുന്ന ടൈമിന് അവിടെ ഒരു ടേബിളിലിരുന്ന പയ്യൻ എണീക്കാനായിട്ട് ചെയർ നീക്കുകയാണ്. പെട്ടെന്ന് കാല് തട്ടിയിട്ട് ടോയുടെ കയ്യിൽ നിന്ന് ഡ്രിങ്ക്സ് താഴെ വീഴാണ്. ആ സമയം ഓയാണെങ്കിൽ വന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കൂടെ ടോയും അത് ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. ഈ ഒരു ടൈമിന് ഒരു ചെടിച്ചട്ടിയുടെ അടിയിലായിട്ട് അതിൻ്റെ പുറകിലായിട്ട് ഒരു പെൻസിൽ ബോക്സ് കിടക്കുന്ന കാണാണ്. അങ്ങനെ അതെടുത്ത് കാണിച്ചിട്ട് ടോയ് ആണെങ്കിൽ ഇതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതാ, ഇത് ആരുടെയാണെന്ന് ഓയോട് ചോദിക്കുകയാണ്. ആ ടൈമിന് ഓയാണെങ്കിൽ ഇതിൻ്റെ ഓണർ ഇതിനെ അന്വേഷിച്ച് ലോകം മൊത്തം നടന്നു, ഇത് സ്ഥിരം ഇവിടെ കഫേയിൽ വരുന്ന പയ്യൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴേ ടോയ്ക്ക് അത് ക്യൂ ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോയ് ആണെങ്കിൽ ഇത് ക്യൂവിൻ്റെ ഏൽപ്പിക്കാനായിട്ട് ഓയോട് പറയാണ്. അങ്ങനെ മറ്റൊരു ദിവസം ടോയ് കഫേയിലിരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് ക്യൂ ആണെങ്കിൽ ആ പെൻസിൽ ബോക്സ് കണ്ടുപിടിച്ച് കൊടുത്തതിന് നിനക്ക് തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കൊടുക്കുകയാണ്. അതിൽ നല്ല രസമുള്ളൊരു ക്യൂട്ട് ഡ്രോയിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഡ്രോയിങ് കണ്ടിട്ട് നല്ല രസമുണ്ട്, ഇത് തന്നതിന് താങ്ക്സ് പറയാനായിട്ട് പറയാണ്. ആ ടൈമിന് ഓയാണെങ്കിൽ ഞാനെന്താ രണ്ടുപേർക്കും അങ്ങോട്ടേക്ക് ഓരോന്ന് അയച്ചു കൊടുക്കാൻ പോസ്റ്റ്മാൻ വല്ലതും ആണോ, നീ തന്നെ അവൻ്റെ അടുത്ത് നേരിട്ട് പറയാനായിട്ട് പറയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ആയിരിക്കുന്ന ഡ്രോയിങ്ങിൻ്റെ പുറകിൽ ഞാനൊരു നോട്ട് എഴുതി വെച്ചേക്കാം, ആ നോട്ട് വന്ന് വായിക്കാനായിട്ട് ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. ഈ പയ്യൻ ക്യൂ ആണെന്ന് ഇതുവരെയായിട്ട് ടോയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ഓയാണെങ്കിൽ ശരി ഞാനത് പറഞ്ഞേക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വർക്ക് നന്നായിട്ടുണ്ട്, ആ ഡ്രോയിങ് എനിക്ക് തന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് എഴുതിയിട്ട് ആ ഡ്രോയിങ്ങിൻ്റെ പുറകിൽ ടോയ് കൊണ്ട് ഒട്ടിച്ചു വയ്ക്കുകയാണ്. പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ക്യൂവും എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് തൊട്ട് അവർ സ്ഥിരം ഇതുപോലെ ഇങ്ങനെ ഓരോ നോട്ടായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് സംസാരിക്കുമായിരുന്നു. അതവർ ദിവസങ്ങൾ സംസാരിച്ചു, മാസങ്ങൾ സംസാരിച്ചു, അങ്ങനെ ഒരു വർഷം വരെ എത്താണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യൂ ഈ കഫേയിലിരിക്കുന്നത് നമ്മുടെ ടോയ് എപ്പോഴും നോക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ടോയ് ആണെങ്കിൽ വന്ന് നോക്കിയപ്പോൾ ക്യൂ ആണെങ്കിൽ നീ എന്താണ് പഠിക്കുന്നതിലും എന്താണ് ചെയ്യുന്നതെങ്കിലും ഞാൻ തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമെന്ന് ക്യൂ ഇങ്ങനെ എഴുതി വച്ചേക്കുന്നത് ടോയ് കാണാണ്. എന്നാൽ അത് ക്യൂ വച്ച അവസാനത്തെ നോട്ടായിരുന്നു. അതിനുശേഷം ടോയ് ദിവസവും വന്ന് നോക്കുമെങ്കിലും ക്യൂവിൻ്റെ ഒരൊറ്റ ലെറ്റർ പോലും കണ്ടിട്ടില്ല. അങ്ങനെ ക്യൂവിന് ഹൈസ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആവുന്ന ദിവസം അതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു നോട്ട് കൊണ്ട് ടോയ് ഒട്ടിച്ചു വെച്ചായിരുന്നു. ക്യൂ ആണെങ്കിൽ റിപ്ലൈ തരത്തില്ല എന്ന് അവൻ അറിയായിരുന്നു. എന്നാലും കാണുവാണെങ്കിൽ കാണട്ടെ എന്ന് എഴുതിയിട്ടും അവൻ കൊണ്ടുവയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ് ക്യൂ കുറേ നാളായിട്ട് അവൻ റിപ്ലൈ കൊടുക്കാത്തതെന്നും എന്താണൊന്നും സംസാരിക്കാത്തതെന്നും ടോയ്ക്ക് അറിയത്തില്ലായിരുന്നു. അതിൻ്റെ വിഷമത്തിൽ അവൻ അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു മെസ്സേജ് ഒട്ടിച്ചു വെച്ചിട്ട് അവൻ പോകുന്ന നിൽക്കുന്ന ടൈമിന് ആ ഒരു കഫേയിലുള്ളൊരു പയ്യനാണെങ്കിൽ അത് ക്യൂ അല്ലേ, അവനിവിടെ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടിട്ട് ടോയ് ആണെങ്കിൽ ആ പയ്യനെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആട്ടവന് ഇത് പറഞ്ഞ ആ ഒരു പയ്യനാണെങ്കിൽ ടോയുടെ അടുത്ത് നീ ഇവിടെ സ്ഥിരം വരുന്നതല്ലേ, എന്നിട്ട് നീ അവനെ കണ്ടിട്ടില്ലേ, അത് ക്യൂ ആണ്, ഓയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ജൂനിയർ അവനാണ്, ഇവിടെയുള്ള ഡ്രോയിങ്സ് എല്ലാം വരച്ചേക്കുന്ന അവനാണെന്ന് പറയാണ്. ക്യൂ ആ ഒരു കഫേയിൽ വരുന്നത് എപ്പോഴും ടോയ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നേലും ആ ഒരു ഡ്രോയിങ്സ് എല്ലാം വരച്ച് വെച്ച പയ്യൻ അവനാണെന്ന് നമ്മുടെ ടോയ്ക്ക് അറിയത്തില്ലായിരുന്നു. അവന് ഈ നോട്ട്സൊക്കെ എഴുതി ഇങ്ങനെ വയ്ക്കുന്ന പയ്യൻ അത് ഈ ഡ്രോയിങ്സ് ചെയ്ത പയ്യനാണെന്നറിയായിരുന്നു. പക്ഷെ അത് ക്യൂ ആണെന്ന് അവൻ ഈ ഒരു മൊമെൻറ്റിലാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവൻ കഫേയിലിരുന്ന് നോക്കുന്ന പയ്യനും മെസ്സേജ് അയക്കുന്ന പയ്യനും രണ്ടുപേരും ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ഷോക്കാവുകയാണ്. ഈ ഒരു ടൈമിൽ ക്യൂ കാരണമാണ് അവൻ ആർട്ടിലേക്ക് വന്നതും ക്യൂവിൻ്റെ അടുത്ത് എത്തിപ്പെടാനായിട്ടാണ് അവൻ കഷ്ടപ്പെട്ട് അവൻ ആർട്ടിൽ കഴിവില്ലേലും ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെട്ടതും എന്നൊക്കെ ഇവനാണെങ്കിൽ എല്ലാവരോടും പറയാണ്. അങ്ങനെ ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞതും എല്ലാവരും ആണെങ്കിൽ നിനക്ക് ഇത്രയും വർഷമായിട്ട് അവന് ഇഷ്ടമായിരുന്നോ, പിന്നെ നീ എന്താ അവനോട് തുറന്ന് പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആട്ടേന് മാത്യുവും അതാ ഞാൻ അവൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത് പോയി ക്യൂവിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് പറയാൻ, പക്ഷെ അവൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് പറയാണ്. ആ ടൈമിൽ ടാൻ നിങ്ങളെ സെറ്റാക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ടോയ് ആണെങ്കിൽ വേണ്ട അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം എങ്ങനെയാണോ കാര്യങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി, ക്യൂവിന് എൻ്റെ അടുത്ത് ഏത് രീതിയിലുള്ള ഫീലിങ്സാണ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയാണ്.
ആ സമയം നീ അവൻ്റെ അടുത്തത് പറഞ്ഞു നോക്കിയില്ലെങ്കിൽ ഒരിക്കലും നിനക്കത് അറിയാൻ പറ്റില്ല. ക്യൂ അങ്ങനെയുള്ളൊരു പയ്യനാണ്. അവൻ്റെ മൈൻഡിൽ എന്തുണ്ടെങ്കിലും അവനത് പുറത്ത് പറയത്തില്ല. നമ്മളായിട്ടത് എങ്ങനെയും പുറത്ത് കൊണ്ടുവരണമെന്ന് പറയാണ്. ആ ടൈമിന് പന്നാണെങ്കിൽ അതിന് എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് കറക്റ്റ് ക്യൂ വരാണ്. ക്യൂവിനെ കണ്ടതും ചെയിനും പന്നും ഉറങ്ങുന്ന പോലെ കാണിക്കുകയാണ്. മാത്യു ബുക്ക് വായിക്കുന്ന പോലെ കാണിക്കുന്നു. ടാനാണെങ്കിൽ അവിടെ എന്തോ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ നമ്മുടെ ഭീമും ടോയും കൂടെ ആയിട്ട് അടുക്കളയിലേക്ക് ഓടിച്ചില്ലാണ്. ഇതൊക്കെ കണ്ടിട്ട് ക്യൂവിന് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ക്യൂവും ഭീമും കൂടെ ആയിട്ട് ഒരു പാർക്കിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് വരുന്നതാണ്. ആ ടൈമിൽ ക്യൂ ആണെങ്കിൽ ബ്രേക്കിൻ്റെ സമയത്ത് നീ കിടന്ന് ഉറങ്ങുമെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ എൻ്റെ കൂടെ ഡ്രോയിങ് ചെയ്യാൻ വന്നേന്ന് ചോദിച്ചപ്പോൾ ഭീമാണെങ്കിൽ അത് പിന്നെ എൻ്റെ കഴിവ് എനിക്ക് നിലനിർത്തണ്ടേന്ന് പറയാണ്. ആ ഒരു ടൈമിന് പുമ്മിൻ്റെ കോൾ വരികയാണ്. അങ്ങനെ ക്യൂ അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. അങ്ങനെ ഭീമ് കോൾ എടുത്തതും നീ എവിടെയെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ ഭീമ് ഞാനൊരു പാർക്കിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് വന്നേന്ന് പറയാണ്. അട്ടൻ്റെ അതിൻ്റെ ലൊക്കേഷൻ അയച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറയുന്നുണ്ട്. അട്ടൻ്റെ അത് വേണ്ടാന്ന് പറയാണ്. പക്ഷേ ലൊക്കേഷൻ അയച്ചാന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. അതിനുശേഷം ഭീമും ക്യൂവും കൂടെ ഡ്രോയിങ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അവരങ്ങനെ വന്നിരുന്നതും അവിടെ ദൂരേന്ന് ചെയിനും ടോയും കൂടെ ഇവരെ ഇങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ ചെയിനും ടോയും നിൽക്കുന്ന കണ്ടിട്ട് ക്യൂ ആണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് നീ അവരെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ഞാൻ വിളിച്ചായിരുന്നു, ടോയ്ക്ക് ഇവിടെ വന്നിരുന്ന് ഡ്രോയിങ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചു എന്ന് പറയാണ്. ആ ടൈമിന് ക്യൂ ആണെങ്കിൽ പിന്നെ എന്തിനാ ചെയിൻ അവൻ്റെ കൂടെ വന്നേന്ന് പറഞ്ഞപ്പോൾ ഭീമാണെങ്കിൽ അത് നിനക്ക് ഇതുവരെയായിട്ട് അറിയത്തില്ലേ, അവർ രണ്ടുപേരും സെറ്റാവാനുള്ള പ്ലാനാണ്, അതുകൊണ്ട് അവരുടെയും ഇപ്പോൾ ഒരുമിച്ചാണുള്ളത്, അവരുടെയും ചെറിയൊരു സംസാരത്തിലും ഡേറ്റിങ്ങിൻ്റെയും ആ ഒരു ഇതിലാണെന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടിട്ട് ക്യൂ ആണെങ്കിൽ ഇതെപ്പോൾ സംഭവിച്ചു, ഞാൻ അറിഞ്ഞതേ ഇല്ലല്ലോ എന്ന് പറയാണ്. ആ സമയം നീ എങ്ങനെ അറിയാനാ, നീ അതിന് ടോയിനെ ശ്രദ്ധിക്കത്ത് പോലും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ക്യൂ ആരാ പറഞ്ഞാൽ ശ്രദ്ധിക്കത്തില്ല എന്ന്, ഞാൻ അവൻ എപ്പോഴും നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാണ്. ആ ടൈമിന് ഭീമാണെങ്കിൽ ക്യൂവിന് ഒരുമാതിരി നോക്കാണ്. ആ ഒരു ടൈമിന് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് അവന് ഇവരുടെ ഒരു സെറ്റാക്കാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയായിരുന്നു. ആ പ്ലാൻ മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും ക്യൂവിനെ ജലസാക്കണം, അതിനായിട്ട് മറ്റൊരാളുമായിട്ട് ടോയ് ഫ്ലേർട്ട് ചെയ്യണം, അത് കാണുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സും റിയാക്ഷൻസും പുറത്ത് വരുമെന്ന് പറയാണ്. ആ ടൈമിന് ആ പ്ലാൻ കണ്ടിട്ട് എല്ലാവരും അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അട്ടേന് ആര് ഫ്ലേർട്ട് ചെയ്യുമെന്ന് വെച്ചപ്പോൾ പന്നാണെങ്കിൽ ചെയിൻ ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ചെയിനും ടോയും കൂടെ ആയിട്ട് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇത് ഇവരുടെ എല്ലാവരുടെയും കംപ്ലീറ്റ് പ്ലാനാണ്. അങ്ങനെ പ്രസൻറ്റിലോട്ട് വന്നപ്പോൾ ക്യൂ ആണെങ്കിൽ ഞാൻ അവനെ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാണ്. ആ ടൈമിൽ ഇങ്ങനെ അവനെ തന്നെ നോക്കുന്നുണ്ട്. ആ ടൈമിൽ ക്യൂ ഞാൻ ഉദ്ദേശിച്ചത് അവനെൻ്റെ ജൂനിയർ അല്ലേ, അതുകൊണ്ട് ഞാൻ അവനെ ശ്രദ്ധിക്കുമെന്നാണ് എന്നിങ്ങനെ തപ്പി ഇങ്ങനെ പറയാണ്. ആ സമയം ഇവരുടെ അടുത്തേക്ക് ചെയിനും ടോയും കൂടെ വന്നിട്ട് ചെയിനാണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് ഞാൻ ടോയുടെ കൂടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഭയങ്കര ക്ലോസ് ആയി ചെല്ലാണ്. ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ക്യൂവിന് ജലസായെന്ന് തോന്നുന്നു. ക്യൂ ആണെങ്കിൽ അവൻ്റെ ബോർഡൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പെയിൻറ്റ് ചെയ്യാനായിട്ട് വേറെ വല്ല സ്ഥലം കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോവാണ്. അവനൊന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞതും ക്യൂ ഇല്ലാതെ ഇവരെല്ലാവരും ഉള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ക്യൂ ആണെങ്കിൽ റിയാക്ട് ചെയ്ത് തുടങ്ങി. അവൻ മിക്കവാറും ജലസായി എന്നാണ് തോന്നുന്നത്, നമ്മുടെ പ്ലാൻ വർക്കൗട്ടായെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനുശേഷം ഇവൻ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് ഇവൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരാണ്. അങ്ങനെ നീ എന്തിനാ വന്നേന്ന് വെച്ചപ്പോൾ ഞാൻ വീട്ടിൽ ഫ്രീയാ, അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ടൈമിന് അന്ന് പുമ്മാണെങ്കിൽ ബോൾ തട്ടിയിട്ട് മോശമാക്കിയ അവൻ്റെ പെയിൻറ്റിങ് അവൻ കംപ്ലീറ്റ് ആക്കി വന്ന് ഭീമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആ ടൈമിനും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഭീമി പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് അവൻ്റെ ആൻറ്റി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഈ പെയിൻറ്റിങ്ങിന് ഒരുപാട് ടൈം കൊടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടല്ലോ, നീ ഇത് ചെയ്ത് കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ഭീമി ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ആ ഒരു പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞെങ്കിലും അവൻ പുമ്മിൻ്റെ അടുത്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞില്ല എന്ന് പറയാണ്. ആട്ടന് എങ്കിൽ പിന്നെ കുറേ നാളും കൂടെ നീ എൻ്റെ കീഴിൽ വേലക്കാരനായിട്ട് ജോലി ചെയ്യേണ്ടി വരും, നീ എന്നെ വീണ്ടും കാണേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം പുമ്മിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ചെയ്ത് കഴിഞ്ഞില്ല എന്ന് കള്ളം പറഞ്ഞാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇരിക്കുന്ന ടൈമിന് ഭീമാണെങ്കിൽ ക്യൂ അവൻ്റെ അടുത്ത് നിനക്ക് അവനോട് ഫീലിങ്സ് ഉണ്ടോ ഇല്ലേന്ന് നീ തന്നെ ആദ്യം നിന്നോട് സ്വയം ചോദിക്കണം എന്ന് ഡ്രോയിങ് ക്ലാസ്സിലിരുന്ന് പറഞ്ഞ് ആരും ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചിട്ട് അവൻ പുമ്മിനെ നോക്കിയിട്ട് എനിക്ക് അവൻ്റെ അടുത്ത് ശരിക്കും ഫീലിങ്സ് ഉണ്ടോ ദൈവമേ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയം അവനോട് അന്ന് ആ ഒരു മഗ് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഭീമാണെങ്കിൽ പുമ്മിൻ്റെ അടുത്ത് കിസ്സിനെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ അവൻ പറഞ്ഞില്ല. ഇപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചിട്ട് നീ തന്ന കിസ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്ന് ഭീമിനോട് പറയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവൻ ഭീമിനെ കിസ് ചെയ്യാണ്. അങ്ങനെ അവരുടെ കിസ് ചെയ്തതിന് ശേഷം പരസ്പരം നോയിക്കൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡാവാണ്. ഈ ഒരു എപ്പിസോഡ് വെച്ചിട്ട് ഇവരുടെ സെറ്റായി എന്നാണ് തോന്നുന്നത്. ഇനി ഉടനെ തന്നെ ക്യൂവും ടോയും സെറ്റാവും എന്നാണ് തോന്നുന്നത്. എനിക്ക് ഈ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് പറയുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നത് ബൈ.